നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് വിലായത് പുതിയൊരു ഒഫീഷ്യൽ ട്രെയിലറാണ്. നമുക്കറിയാം പൃഥ്വിരാജ്, അത് കൂടാതെ ഒരു ഡിഫറെന്റ് എന്താ പറയാ കാസ്റ്റ് അല്ലേ ശരിയും. പിന്നെ പോസ്റ്റേഴ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എവിടേക്കോ നമ്മളെ തെലുങ്കൻ ചേട്ടൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു റിസംബ്ലൻസ് അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. പ്രത്യേകിച്ച് എനിക്കൊന്ന് കുറച്ചും കൂടി പ്രായത്തിൻ്റെ ഒരു ലുക്കൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും. പിന്നെ ജയൻ നമ്പ്യാർ ഡയറക്ടറാണ്. എനിക്കൊന്ന് ഇതിന് മുന്നേ ജയൻ നമ്പ്യാർ എവിടെ കേട്ട പോലെ ഉണ്ട്, പുതിയ ഡയറക്ടർ എല്ലാം തോന്നുന്നു. ഏതൊരു മൂവി കേട്ട പോലെ ഉണ്ട്. ജെക്സ് ബിജയാണ് മ്യൂസിക്. പിന്നെ റൈറ്ററിൻ്റെ അകത്ത് GR ഇന്ദുഗോപൻ, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇതും ബുക്കാണെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ 2 പേരുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും 2 പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയൊരു സംഭവം തന്നെ ഉണ്ട്. നാളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്, കുറെ വർഷങ്ങളായിട്ട്, ഇഫ് ഐ എം നോട്ട് റോങ്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഇതിന്റെ സമയത്ത് വിലായത് ബുദ്ധനെ കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. ആടുജീവിതം മാത്രമല്ല, അതിന് മുന്നേ നമ്മളെ സച്ചിയുടെ ഒരു പടം ഇറങ്ങിയായിരുന്നില്ലേ, സച്ചി നമ്മളെ അയ്യപ്പനും കോശിന്റെ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കട്ട വെയിറ്റിംഗ് ആണ്. സാധനം എന്തായാലും കണ്ടു നോക്കാം അല്ലേ? തുടങ്ങാം. റെഡിയല്ലേ? ലുക്ക് തന്നെ കണ്ടില്ല എല്ലാവരുടെയും ഡിഫറെന്റ് ലുക്ക്. മേൽപ്പറഞ്ഞ അഡ്രസ്സിൽ കഴിഞ്ഞ 55 വർഷമായി സ്ഥിരതാമസക്കാരനായ ഞാൻ 7-5-24, 8-5-24 എന്നീ ദിവസങ്ങളിൽ കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്റെ വീടിന്റെ പുറകിൽ നിന്ന് ഏകദേശം 14 ഇഞ്ചോളം ചുറ്റുവണ്ണമുള്ള ചന്ദനമരം മോഷണം പോയതായി കാണപ്പെട്ടു. 4-സ്റ്റാർ ലിസ്റ്റിംഗ് ഇട്ടായാലേ നാളെ ഇവിടെ ഒന്ന് ചുമ്മാ ഒരു പരാതി കൊടുക്കും. അവൻ നോക്കി വേണ്ടി അവൻ കൊടുക്കും. അവന്റെ തൊഴിലായി അവനെ മോഷിച്ചു. മാസ് സെൻട്രിയിലെ നമ്മ ഹീറോ ഡബിൾ മോഹൻ കൊള്ളാലോ. പിന്നെ നാട്ടുകാർ പല പേരും ഡബിൾ മോഹൻ, സാൻഡൽ മോഹൻ, ഡബിൾ മോഹൻ. എനിക്ക് കൊള്ളക്കാരൻ മോഹനോടാണ്. പുഷ്പയുടെ കുറച്ചും കൂടി നാടൻ ഭാഷ. പക്ഷെ എനിക്ക് ഡബിൾ മോഹന്റെ ഭാര്യയായിട്ട് മറയോ തമ്മിൽ നെഞ്ചു വെച്ചാണോ ഡബിളിന്റെ പരിപാടിയാണെന്ന് സാറിന് അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. ഗർഭിണികളെ കഴിക്കുകയും കോഴിച്ചോറ് വെച്ച് ആക്സിഡന്റ് പറഞ്ഞ് ഞങ്ങളെ പൊട്ടിച്ചു കുറെ കടത്തിയതല്ലേ. യശോധാവല്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ശുഭ്രനിറത്തിൽ വിലസി നിൽക്കുന്ന എന്നർത്ഥം. അതിന്റെ തണലിൽ നിന്നാ മതി കറ പുരണ്ടവരും തിളച്ചു. അതാണ് കേട്ടോ ലുക്ക് അല്ലേ? ഞാൻ വില പറഞ്ഞ് ഉറപ്പിച്ച ഇടപാടുകളെ വിട്ട് തല കൊണ്ടിട്ടാണ് ഒന്നോടെ വിളയണം. അടുത്തവന്റെ വിളച്ചിലെടുക്കല്ലടാ. ഒരുപാട് യാമാര് കയറി ഇറങ്ങി പോയിട്ട് ഒരു ദിവസം മലമോഹന് വന്നു എന്ന് ഇവിടെ അയ്യപ്പനെ വൈബ് ഉണ്ടല്ലോ ഇവിടേക്ക്. മാസ്ക് ഉണ്ട്. ഏറ്റവും ലക്ഷണമൊത്ത വിലായത്ത് എനിക്കായിട്ട് അങ്ങേരോട് പോയി പറഞ്ഞേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയും ഉണ്ടാവുണ്ടല്ലേ നീങ്ങ വാ. അതൊരു തന്നെ 21 നവംബർ അത്രേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ആദ്യം കാണുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു പുഷ്പ ഈ പേര് നടിച്ചിട്ടുണ്ട്. പക്ഷെ പൃഥ്വിരാജിന്റെ ലുക്ക് ഭയങ്കര രസമായിട്ടുണ്ട്. അതായത് ഭയങ്കര ഒരു നാടൻ ലുക്കിൽ വന്നിട്ടാണെങ്കിൽ നല്ല ആ ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഒരു ബോൾഡ് ലുക്ക് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ രാജേട്ടൻ വരുമ്പോൾ ഒരു സ്റ്റൈലിഷ് ആയിരിക്കും പെട്ടെന്ന് വരിക. ഇതിൽ അതല്ല വന്നത്, കുറച്ചും കൂടി റോ ബോൾഡ് ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ പിന്നീട് അങ്ങോട്ട് അയ്യപ്പനും കോശി വൈബ് അടിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഷമ്മി തിലകൻ വന്നതിന് ശേഷം അവർ രണ്ടുപേരും തമ്മിലൊരു ഏകദേശം കാണുന്ന സമയത്ത് തിലകൻ ചേട്ടനെ പോലെ തന്നെ ഉണ്ട്. അയ്യോ അതുപോലെ തന്നെ അല്ലേ? പ്രത്യേകിച്ച് ആ ലോങ് ഷോട്ടിലൊക്കെ ആ ഒരു പിന്നെ ശബ്ദം പിന്നെ അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ശബ്ദം ഗംഭീരമാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചേട്ടനാണോ അല്ലേ, കുറച്ചും കൂടി ആ ഒരു കറക്റ്റ് തിലകൻ സാറിന്റെ ആ സംഭവങ്ങളൊക്കെ കിട്ടിയാണ്. പക്ഷെ എന്നാലും ഷമിത്തിലാണെങ്കിലും പെർഫോമർ എന്നുള്ള രീതിയിൽ അത് വേറെ ലെവലാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ അയ്യപ്പനും കോശിയിൽ നമ്മളെ ബിജുമേനും ചേട്ടനും അതുപോലെ രാജേട്ടനായിരുന്നു, രണ്ടുപേരും കൂടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ നീയാ ഞാനാന്നുള്ളൊരു സാധനം ഇല്ലേ, അത് ഇതിൻ്റെ അകത്തും കിട്ടുന്നുണ്ട് അല്ലേ?
കാരണം പറയുന്നില്ല ഞാൻ വരാണെന്ന് പറയുന്ന സമയത്ത് അവിടെ നിന്ന് പറയുന്നത് ഞാനും വെയിറ്റ് ചെയ്യണം, എൻ്റെ അടുത്ത് ഒരു ബുള്ളറ്റും കൂടി ഉണ്ട്. ഏകദേശം ആ ഒരു മൂവിയൊക്കെ അയ്യപ്പനെ കോശി മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏകദേശം ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടുള്ള. പിന്നെ ആസ് യൂഷ്വൽ ജെക്സ് ബിജോയ്, അത് എല്ലാ മൂവിയിലും ആള് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ ആള് ചെയ്യുന്ന സമയത്ത് പ്രോമിസിംഗ് ആണ്, അത് ഫീൽ ആണ് അല്ലേ, അത് കിട്ടുമല്ല ആ ഒരു സംഭവം. കാരണം നമ്മൾ ഇതിന് മുന്നേ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ കളങ്കാവിൽ ചെയ്ത സമയത്ത് അതും ഇത് നമ്മളൊന്ന് മ്യൂസിക്കിൽ തന്നെ കമ്പയർ ചെയ്താൽ മതി. ജെക്സ് ബിജോയ് ചെയ്യുന്നത് വേറെ സംഭവമാണ്, കിട്ടുന്നുണ്ട്, ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്, ഒന്നും പറയാനില്ല. അത് മാസിന് മാസ്, നാടന് നാടൻ എല്ലാം അല്ലേ, നാടൻ വൈബ് നല്ലോണം ഉണ്ട്. അത് വരുന്ന സമയത്ത് എനിക്കൊന്നും ജെക്സ് ബിജോയ് പിന്നെ എന്തായാലും ഒരു പ്രൊമോഷൻ സോങ് ഉണ്ടാവും എന്തായാലും ഉറപ്പായിട്ട്. ഞാൻ ഒന്ന് രണ്ട് വീഡിയോ എവിടെയോ ക്ലിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ടീച്ചറൊക്കെ ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയതാന്ന് തോന്നുന്നു. എന്ത് പ്രൊമോഷൻ സോങ് അല്ല, എന്തൊക്കെയോ ഗ്ലിംസ് ഈ മൂവിയിലായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പാട്ട് എന്തോ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നോക്കാം. അഗെയിൻ രക്തചന്ദനം ആ ഒരു ഡബിൾ എന്താ പറയാ, ആ പേരൊക്കെ തന്നെ ഏകദേശം പുഷ്പ എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ എനിക്ക്. പക്ഷേ ഫസ്റ്റ് കാണിച്ച സമയത്ത് ഏകദേശം പുഷ്പ വൈബ് അടിച്ചെങ്കിലും സെക്കൻഡ് ഏകദേശം അയ്യപ്പൻ കോശിയും ആ ഒരു പടത്തിന്റെ ഒരു വൈബ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നന്നായി വരട്ടെ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ പറയാത്ത വീഡിയോയിൽ കാണാം.